ഒറ്റക്കൊരു മുറിയിൽ പ്രകാശനം ചെയ്തു. വിദ്യാകൈരവകൗമുദീം ശ്രുതിശിരസീമന്തമുക്താമണിം. പയ്യന്നൂർ സൂര്യ ട്രസ്റ്റ് ചെയർമാനും ആയുർവേദ പാരമ്പര്യ ചികിത്സകനുമായ ശിവപ്രസാദ് എസ് ഷേണായിയുടെ 10ാമത്തെ പുസ്തകം ഒറ്റക്കൊരു മുറിയിൽ എന്ന ചെറുകഥാസമാഹാരത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. പാണപ്പുഴ പത്മനാഭ പണിക്കരുടെ പ്രാർത്ഥനാലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നോവലിസ്റ്റ് ജലജ രാജീവ് സ്വാഗതവും പവിത്രഭൂമി എഡിറ്റർ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷതയും വഹിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സൂര്യ ട്രസ്റ്റ് സൺസൺ ക്രിയേഷൻസിന് വേണ്ടി ശിവപ്രസാദ് എസ് ഷേണായി, വി കുഞ്ഞികൃഷ്ണൻ MLA കസവുമുണ്ട് അണിയിച്ച് ആദരിച്ചു. അദ്ദേഹം അത് TP ഭാസ്കര പൊതുവാൾ മാസ്റ്റർക്ക് ആദരപൂർവ്വം സമർപ്പിച്ചത് വേദിയിലെ വേറിട്ട കാഴ്ചയായി മാറി. തുടർന്ന് ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും പുസ്തക പ്രകാശന കർമ്മവും MLA നിർവഹിച്ചു. TP ഭാസ്കര പൊതുവാൾ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. ഞാനിവിടെ ഇരുന്നപ്പോൾ ഈ അധ്യക്ഷവേദി വീക്ഷിക്കുകയായിരുന്നു. ഞാനുൾപ്പെടെ 2-3 പേരൊഴികെ ബാക്കി എല്ലാവരും സാഹിത്യവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരും ആ രംഗത്ത് അവരുടേതായ കഴിവ് തെളിയിച്ചവരുമാണ്. ഒരു പുസ്തക പ്രകാശന ചടങ്ങാകുമ്പോൾ അത് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയൊരു ചടങ്ങിൽ സാഹിത്യവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ഞങ്ങൾ ചിലരെ എന്തിനാണ് ക്ഷണിച്ചത് എന്ന ഒരു സംശയം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. അത് സംബന്ധിച്ച് സ്വയം ഒരു ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. സാഹിത്യ സൃഷ്ടിയുമായി വലിയ ബന്ധമില്ലെങ്കിലും ആസ്വാദകനാണ്, വായനക്കാരനാണ് എന്നൊരു അഭിമാനം ഞങ്ങൾക്കുണ്ട്. സാധാരണ നിലയിൽ എഴുത്തുകാരെ ആദരിക്കപ്പെടുന്നത് വായനക്കാരിലൂടെ കൂടി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ വായനക്കാരായ ചിലരും ഇത്തരം സദസ്സുകളിൽ ഉണ്ടാകേണ്ടതല്ലേ എന്ന ഒരു സ്വയം ഉത്തരം കണ്ടെത്തലും ഞാൻ നടത്തുകയുണ്ടായി. ഏതായാലും ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ഭാസ്കര മാഷ് മലയാള ഭാഷയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ സന്നദ്ധനായ ഒരാളാണ്. സ്വന്തം വീട്ടിൽ ഭാഷയ്ക്ക് വേണ്ടി ഒരു പാഠശാല ആരംഭിച്ച് മറ്റാരുടെയും സഹായമില്ലാതെ അത് നടത്തിക്കൊണ്ടുപോകുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഭാസ്കര മാഷ്. ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഏറെ അനുയോജ്യനായ വ്യക്തി ഭാസ്കര മാഷാണ് എന്ന കാര്യത്തിലും ഒരു സംശയവും എനിക്കില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇതുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ട് പോകുന്ന ആളുകളാണ്. ഗ്രന്ഥകാരനാകട്ടെ കച്ചവട പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പുസ്തകം രചിക്കാനും അത് പ്രസിദ്ധീകരിക്കാനും
ഒക്കെ സന്നദ്ധമാകുന്നു എന്ന് മാത്രമല്ല നിരവധി അവാർഡുകൾക്ക് ഈ പുസ്തകങ്ങളെല്ലാം അർഹമായിട്ടുണ്ട് എന്നതും ആ പുസ്തകം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ പുസ്തകം ഞാൻ വായിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടൊരു അവസരത്തിൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ പുസ്തക രചന നടത്തിയ ശിവപ്രസാദ് ഷെണായിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രസാദന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ. നല്ലൊരു കച്ചവടക്കാരനാകാനും നല്ലൊരു എഴുത്തുകാരനാകാനും പലർക്കും പറ്റും. എന്നാൽ ഇതും രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്നത് അപൂർവമായ കാര്യമാണെന്ന് ആശംസാ പ്രസംഗത്തിൽ ഭാസ്കര പൊതുവാൾ മാസ്റ്റർ സൂചിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ എന്ന ഈ ഗ്രന്ഥം കഥാസമാഹാരം ഏറ്റുവാങ്ങുമ്പോഴാണ് നമ്മുടെ സമാരാധനായ MLA പറഞ്ഞതുപോലെ ഈ പുസ്തകം കാണുന്നത്. ഒറ്റക്ക് ഒരു മുറിയിൽ, ഒറ്റ എന്ന വാക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒറ്റ ഒരിക്കലും ഒറ്റയല്ല. എൻ്റെ കഥാകാരൻ ഒറ്റക്കൊരു മുറിയിൽ ഇരിക്കുമ്പോൾ ഈ കഥാകാരനോടൊപ്പം ശിവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം അച്ഛനുണ്ട്, പിതാമഹന്മാരുണ്ട്, പ്രപിതാമഹന്മാരുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഇവരെല്ലാം ഈ ഒറ്റ എന്ന വാക്കിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ കഴിഞ്ഞ 48 വർഷക്കാലമായി സുദീർഘമായ നിശബ്ദ സേവനം ചെയ്യുന്ന കണ്ടങ്കാളിയിലെ കാന വേണുഗോപാൽ നമ്പ്യാരെ വേദിയിൽ വെച്ച് ആദരിച്ചു. അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യ ആദരവാണ് സൂര്യ ട്രസ്റ്റ് നൽകിയത്. കൈരളി ബുക്സ് ചെയർമാനും എഴുത്തുകാരനുമായ ഡോക്ടർ KV മുരളീമോഹനൻ പുസ്തക പരിചയം നടത്തി. ഗദ്ദിക ദിനപത്രം പത്രാധിപർ VK രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത ശില്പി ദാമോദരൻ വെള്ളോറ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, സാഹിത്യകാരൻ കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ തുടങ്ങിയ നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MLAയുടെ പുതിയ ഓഫീസിലേക്കായി സൺസൺ ക്രിയേഷൻസിൻ്റെ പുസ്തകങ്ങൾ ശിവപ്രസാദ് ഷെണായി MLAക്ക് കൈമാറി. ചടങ്ങിന് കഥാകൃത്ത് ശിവപ്രസാദ് S ഷെണായി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.